Dear students, nocturnal diarrhea is associated with AIDS, polio, diabetic neuropathy, GERD. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഡയബറ്റിക്കിൻ്റെ തന്നെ ഒരു ലേറ്റ് കോംപ്ലിക്കേഷനിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഡയബറ്റിക് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി, നെഫ്രോപ്പതി പോലുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂറോപ്പതിയെ പറ്റി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് വരുന്ന രണ്ട് ഭാഗങ്ങളാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവും സൊമാറ്റിക് നെർവസ് സിസ്റ്റവും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡയബറ്റിക് കോംപ്ലിക്കേറ്റഡ് ആകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഷുഗർ കൺട്രോൾ കൃത്യമായിട്ടും വരാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് ന്യൂറോൺസിനെ ബാധിക്കും എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് പെരിഫറൽ ന്യൂറോൺസിനെയാണ്. പെരിഫറൽ ന്യൂറോൺസിൽ തന്നെ സൊമാറ്റിക് ന്യൂറോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും കാലുകളിലും നമ്മുടെ പ്രധാനപ്പെട്ട മസിലുകളിലേക്കുമൊക്കെ വരുന്ന വോളണ്ടറി കൺട്രോളുള്ള നെർവസ് സിസ്റ്റമാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഇൻറ്റേർണൽ ഓർഗൻസിലേക്കാണ് അതിൻ്റെ കണക്ഷൻസ് പോകുന്നത്. അപ്പോൾ ഈ ആദ്യം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുകയും പിന്നീട് അത് ഘട്ടം ഘട്ടമായിട്ട് അത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ബവലും ബ്ലാഡറിലും ഒക്കെ മേൽ ഒരു കൃത്യമായ കൺട്രോൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗ്രാജ്വലി ഇത് നഷ്ടപ്പെട്ടു പോവുകയും നൊക്ടേണൽ ഡയേറിയ, അതേപോലെ തന്നെ ഇൻകോണ്ടിനൻസ് പോലുള്ള കാര്യങ്ങൾ, യൂറിനറി ഇൻകോണ്ടിനൻസ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഉൾപ്പെടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഡയബറ്റിക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് നെഫ്രോപ്പതി വരുന്നു, എന്തുകൊണ്ട് റെറ്റിനോപ്പതി വരുന്നു, ന്യൂറോപ്പതി വരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നെഫ്രോൺ, റെറ്റിന, ന്യൂറോൺ പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രക്തക്കൊള്ളുകളിൽ കൂടുതലായിട്ടുള്ള ഷുഗർ വന്ന് പഞ്ചസാര തരി പോലെ ബ്ലോക്ക് ആവുന്നു. അപ്പോൾ അതിൻ്റെ ടെർമിനൽ ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. അങ്ങോട്ട് രക്തയോട്ടം കുറഞ്ഞു വരുന്നു എന്നർത്ഥം. അവിടേക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടാതെ വരുന്നു എന്നർത്ഥം. അതിൻ്റെ ഫലമായിട്ട് ആ ഭാഗം നശിച്ചു തുടങ്ങുന്നു. നമുക്ക് ആഹാരവും ഓക്സിജനും ഒക്കെ കിട്ടാത്ത ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അതേപോലെ ആ കോശങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് നശിച്ചു തുടങ്ങുന്നു. അതിനെയാണ് നമ്മൾ പതി എന്ന് പറയുന്നത്. റെറ്റിനയിൽ ഇത് സംഭവിക്കുമ്പോൾ റെറ്റിനോപ്പതി എന്നും, നെഫ്രോണിൽ സംഭവിക്കുമ്പോൾ നെഫ്രോപ്പതി എന്നും, ന്യൂറോൺസിൽ സംഭവിക്കുമ്പോൾ ന്യൂറോപ്പതി എന്നും പറയും. അതെവിടെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞത്. എനിവേ, മറ്റു കാര്യങ്ങൾ കൂടി പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് റൈസ് വാട്ടർ ഡയേറിയ. കണ്ടുവരുന്ന ഏത് കണ്ടീഷനിലാണ്? കോളറ എന്ന് നമ്മൾ ആൻസർ ചെയ്യും. എന്തുകൊണ്ട് ആ ഒരു പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു ഡയേറിയയുടെ ഒരു കൺസിസ്റ്റൻസി, അതിൻ്റെ കളർ, അതിനെ ബേസ് ചെയ്താണ് അത്തരത്തിലുള്ള ഒരു പേര് കൊടുത്തിരിക്കുന്നത്. റൈസ് വാട്ടർ ഡയേറിയ എന്ന് പറയുമ്പോൾ ഒരു പെയിൽ ക്ലൗഡി കളറിലാണ് ഡയേറിയയുടെ ഒരു അപ്പിയറൻസ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ റൈസ് വാട്ടർ ഡയേറിയ എന്നുള്ള പേര് പറയുന്നതും അത് കോളറയിൽ കണ്ടുവരുന്നുണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്നത്. അതേസമയം ടൈഫോയിഡിൽ കണ്ടുവരുന്ന ഡയേറിയ പീ സൂപ്പ് ഡയേറിയാണ്. അങ്ങനെയുള്ള പേര് അവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രീനിഷ് കളറാണ് ഡയറിക്ക് ഉണ്ടാവുന്നത്, സ്റ്റൂളിന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റോറിയ എന്ന് പറയുന്ന ഒരു സാഹചര്യം കേട്ടിട്ടുണ്ടാവും. ലിവർ ഡിസീസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി വരുന്ന സമയത്ത് ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എൻസൈംസ്, ഇപ്പോൾ നമ്മൾ പറയുന്ന ബൈല് തൊട്ട് അതേപോലെ പാൻക്രിയാറ്റിക് ലിപ്പേസ് വരെയുള്ള കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് ഓർഗൻസിന് പ്രധാനമായിട്ടും എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കാതെ വരികയും ഫാറ്റ് അതേപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന മാതിരി ഫാറ്റ് ഡൈജസ്റ്റ് ആവാതെ മോഷനിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ സ്റ്റേറ്റോറിയ എന്നാണ് അതിനെ പറയുന്നത്. സ്റ്റേറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ
സ്റ്റീറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ഫാറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ റിയ എന്ന് പറയുന്നതെല്ലാം ഫ്ലോ എന്നുള്ള ഡയേറിയ, ആ റിയ എന്ന് പറഞ്ഞ് വരുന്നതെല്ലാം തന്നെ അതിൻ്റെ മീനിങ് ഫ്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഫാറ്റിൻ്റെ ഫ്ലോ നടക്കുന്നു എന്നുള്ള മീനിങ്ങിലാണ് സ്റ്റേറ്റോറിയ എന്ന് പറയുന്ന പേര് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി പറയാനുണ്ട്. വാട്ടറി ഡയറി ഉണ്ട്, റിബൺ ഷേപ്ഡ് സ്റ്റൂളുണ്ട്, കറണ്ട് ജെല്ലി സ്റ്റൂളുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.